BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അതിശക്തനായ ശ്രീ കെ മുരളീധരൻ വടകരയിൽ നിന്നും കച്ചകെട്ടി നേരെ തിരുവനന്തപുരത്തേക്ക് വന്നായിരുന്നു. അത് നമുക്ക് തന്നത് ഒരു തീരാ ദുരിതമായിരുന്നു. കാര്യം ദിവസവും ഈ കെ മുരളീധരനെ പ്രാകാതെ മലയാളികൾക്ക് ഉണരാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം കേരളത്തിൻ്റെ ലേബർ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് തന്നത് ശിവൻകുട്ടിയാണ്. ഈ ശിവൻകുട്ടിയുടെ ട്രോളുകൾ കണ്ട് നമ്മളെ കണ്ണ് മഞ്ഞളിക്കുന്ന ഒരവസ്ഥയിലോട്ടെത്തി. ഈ ശിവൻകുട്ടി എന്നൊരു കഥാപാത്രത്തിന് തിരുവനന്തപുരത്തിന് സമ്മാനിച്ചതിൻ്റെ എല്ലാ ക്രെഡിറ്റും ശ്രീ കെ മുരളീധരൻ എന്ന അതിശക്തനായ കോൺഗ്രസ് നേതാവിനാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞു അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നു. എന്തായാലും BJPയുടെ അക്കൗണ്ട് പൂട്ടിയില്ല, കുമ്മനത്തിൻ്റെ അക്കൗണ്ട് പൂട്ടി. പക്ഷേ BJP തിരുവനന്തപുരം ഈ നേമം മണ്ഡലം ഉൾപ്പെടെയുള്ള വട്ടിയൂർക്കാവ് മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള കഴക്കൂട്ടം 3-4 മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു അക്കൗണ്ട് അല്ല തുറന്നത്, ഒരു ബാങ്ക് തന്നെ അങ്ങ് തുറന്നു. അന്ന് കെ മുരളീധരൻ പറഞ്ഞത് BJPക്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ പോയി തുടങ്ങട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാങ്കിൽ പോയി അക്കൗണ്ട് തുടങ്ങുകയല്ല ചെയ്തത്, ഒരു ബാങ്ക് തന്നെ തുടങ്ങുന്ന ഒരു ശ്രമത്തിലായിരുന്നു ശ്രീ VV രാജേഷും അദ്ദേഹത്തിൻ്റെ ടീമും. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ പോലുള്ള ഒരു കോർപ്പറേറ്റ് മാനേജറുടെയും കൂടെ ഒരു കുറവ് BJPക്ക് കേരളത്തിലുണ്ടായിരുന്നു. അതും കൂടെ ആയപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് മേയർ എന്ന ഒരു കസേര തിരുവനന്തപുരത്ത് കിട്ടേണ്ടി വന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള കെ മുരളീധരൻ ഉൾപ്പെടെ ഉള്ളവരുടെ നഗരപിതാവായിട്ടൊരു BJP